ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോവുകയാണ്. അങ്ങനെ മാർച്ച് 3-ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ ഞങ്ങൾ 2-ാം തീയതി രാവിലെ വെളുപ്പിനെ ആറ്റുകാലിന് പോവുകയാണ്. വെളുപ്പിനെയാണ് പോകുന്നത്. ഞാനും ഹസ്ബൻഡും ഉണ്ട്, പിന്നെ എൻ്റെ 3 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ്, 3 ഫ്രണ്ട്സും ഞങ്ങൾ 5 പേരുണ്ട്. 5 പേര് കൂടിയാണ് പോകുന്നത്. വെളുപ്പിനെ ഒരു 6 മണിക്ക് ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോയി ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഹോട്ടൽ നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊരു ഹോട്ടലാണ് കിട്ടിയേക്കണേ. പിന്നെ അതിന് മുമ്പ് ഞങ്ങൾ ഡോക്ടർ ലക്ഷ്മി ചേച്ചിയായിട്ട് നല്ല പരിചയമുണ്ട് എനിക്ക്. അപ്പോൾ ലക്ഷ്മി ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, എനിക്ക് പൊങ്കാല ഇടാൻ ആഗ്രഹമുണ്ട്, ചേച്ചിയുടെ കൂടെ ഇടാൻ ഒത്തിരി ഇഷ്ടമുണ്ട്, അപ്പോൾ അതുകൊണ്ട് പറ്റുമോ? അപ്പോൾ ചേച്ചി പറഞ്ഞു, അയ്യോ അതിനെന്താ, വരൂ എൻ്റെ അടുത്ത് വന്ന് പൊങ്കാല ഇടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ആഗ്രഹമായിരുന്നു ചേച്ചിയുടെ കൂടെ ഇടണമെന്ന്. ചേച്ചി ഒരേ പ്രാവശ്യം പൊങ്കാല ഇട്ട് കാണിക്കുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് എനിക്കും പറ്റുമെങ്കിൽ ഇടണം എന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് വന്നപ്പോൾ അവർക്കും വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് പോയി ഞങ്ങൾ നേരെ തിരുവനന്തപുരത്ത് ചെന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഹോട്ടലിൽ റൂം എടുത്തായിരുന്നു. അപ്പോൾ അവിടെ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പിന്നെ ചേച്ചിയുടെ അടുത്തേക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുവയ്ക്കണമായിരുന്നു. തലേദിവസം കൊണ്ടുവച്ചില്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അത് കാരണം ഹോട്ടലിൽ നിന്ന് റെസ്റ്റ് എടുത്ത് ചെറുതായിട്ട് റെസ്റ്റ് എടുത്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സാധനങ്ങളെല്ലാം ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവച്ചു. പിറ്റേ ദിവസം രാവിലെ അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ പോകാൻ. അങ്ങനെ അവിടെ എല്ലാം വെച്ച് ചേച്ചിയായിട്ട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷായി. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊന്ന് പോയായിരുന്നു. പിന്നെ ആറ്റുകാൽ വൈകുന്നേരം ആറ്റുകാലും കൂടി പോകാൻ രാവിലെ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ അത് കാരണം വൈകിട്ട് പോകാമെന്ന് വിചാരിച്ച് ആറ്റുകാലും അമ്പലത്തിലോട്ടും പോയി. അപ്പോൾ അവിടെ പോകുന്ന വഴി ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് കാറ് കൊണ്ടുപോകാനൊക്കത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഊബർ വിളിച്ചാണ് പോയത്, കാരണം കാറൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലത്തെ തിരക്കായിരുന്നു. പിന്നെ അകത്ത് കയറി തൊഴാൻ പറ്റിയില്ല, ഞങ്ങൾ വെളിയിൽ നിന്ന് തൊഴുതേ ഉള്ളൂ. കാരണം അതുപോലെ തിരക്കായിരുന്നു. മണ്ണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ താഴെ പോകത്തില്ല, അപ്പം അതുപോലെ തിരക്കുക. പിന്നെ അവിടെ 2 ദിവസം മുമ്പ് മഴ പെയ്തത് കൊണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അന്നേരം വലിയ ചൂടൊന്നും അധികം തോന്നിയില്ല കേട്ടോ. പിന്നെ അവിടെ മണ്ഡപത്തിൽ പിള്ളേരുടെ നൃത്തങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം ഞങ്ങൾ അതിലെല്ലാം കണ്ട് ആസ്വദിച്ച് കിടന്നു. 2-3 വർഷം 6 വർഷം മുമ്പ് ഞങ്ങൾ ഈ മുറ്റത്ത് ഇരുന്ന് പൊങ്കാല ഇട്ടതാണ്, നമ്മുടെ കൊറോണയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയത്ത്. അപ്പോൾ അന്ന് ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൻ്റെ മുറ്റത്ത് ഇടണമെന്ന ആഗ്രഹത്താൽ അവിടെ വന്ന് ഇട്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ആ സ്ഥലമൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷമാവും. അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ വെളിയിലിറങ്ങി. പിന്നെ ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ എല്ലാം നടന്ന് കാണുകയും ഒത്തിരി രാത്രി കാഴ്ചകളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നടന്ന് കണ്ട് കുറേയൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങി. പിന്നെ കുറേ പരിചയക്കാരെ കണ്ടു. അങ്ങനെ കുറേ പേരായിട്ട് വർത്തമാനം പറഞ്ഞു. അങ്ങനെ നല്ലൊരു സന്തോഷം, നല്ലൊരു ദിവസമായിരുന്നു. ഈ 2 ദിവസം ഞങ്ങൾക്ക് പോയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല, അതുപോലെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ലൈറ്റും സെറ്റിങ്ങും എല്ലാം കൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റ് ഓട്ടോറിക്ഷ വിളിച്ചാണ് പോയത്. കാരണം ഈ ഊബറൊന്നും അന്നേരത്തേക്ക് കിട്ടത്തില്ല, കാരണം രാവിലെ തിരക്കല്ലേ. അപ്പോൾ പിന്നെ രാവിലെ ഒരു ഓട്ടോ, ഞങ്ങൾ ഹോട്ടലിൻ്റെ താഴെ വന്നപ്പോൾ ഒരു ഓട്ടോ കണ്ടു. അപ്പോൾ ആ ഓട്ടോയിൽ ഞങ്ങൾ 5 പേരും കൂടെ കയറി. അങ്ങനെ ഞങ്ങൾ നേരെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നേരെ ആദ്യം ചെന്നത്. കാരണം പൊങ്കാലയുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചതുകൊണ്ട് പിന്നെ കൈ വീശി പോയാൽ മതിയല്ലോ. അപ്പോൾ അത് കാരണം അവിടെയും തൊഴാൻ പറ്റുമെന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോഴും അതുപോലെ നല്ല തിരക്ക്. ഇത്രയും രാവിലെ ആയിട്ട് തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. വന്നവരെല്ലാവരും തൊഴാനായിട്ട് പോകുമല്ലോ, അപ്പോൾ ആ തിരക്കാണ് ശരിക്കും ഉള്ളത്. ഇന്ന് ആ 2 ദിവസമാണ് ഭയങ്കര തിരക്കെന്നാണ് പറയുന്നത്. പിന്നെ അതൊക്കെ ഞങ്ങൾ അന്ന് ആരും ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. പിന്നെ വെളിയിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു, തൊഴുത് വഞ്ചിയിൽ പൈസയൊക്കെ ഇട്ട് ഞങ്ങൾ പിന്നെയും വെളിയിലിറങ്ങി. ഈ അടുപ്പ് കൂട്ടിയ ഓരോരുത്തർ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതെല്ലാം കണ്ടു. നല്ല ഭംഗിയാണ്. നമുക്ക് റോഡ് സൈഡ് 2 സൈഡും നല്ല തിരക്കിലാണ് ഈ അടുപ്പ് കൂട്ടി വെച്ചേക്കുന്നതൊക്കെ കാണാനായിട്ട്. അത് തന്നെ നമുക്കൊരു കൗതുകമാട്ടോ. കാരണം വേറെ ഒരു അമ്പലങ്ങളിൽ ഇത്രയും പൊങ്കാലയ്ക്ക് തിരക്കില്ല, ഇവിടെയാണ് ഏറ്റവും തിരക്ക്. കാരണം ആറ്റുകാലാണ് മെയിൻ പൊങ്കാല ഇടുന്നത് എല്ലാവരും. അപ്പോൾ അതെല്ലാം കാണാൻ തന്നെ നമുക്കൊരു സന്തോഷമായിരുന്നു.
അങ്ങനെ അവിടുന്ന് പതുക്കെ കണ്ട് നമ്മൾ പിന്നെ കുറച്ച് പൂ വാങ്ങിക്കാനായിരുന്നു. നമുക്ക് ഈ പൊങ്കാലക്കാലത്ത് കെട്ടാൻ വേണ്ടിയിട്ട് പൂവൊക്കെ വേണമായിരുന്നു. അപ്പോൾ ആ പൂവൊക്കെ വാങ്ങിച്ച് ചെറിയ ഷോപ്പിംഗ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിലേക്ക് ചെന്നു. ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിൽ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ചെന്നാൽ മതി എന്ന് ചേച്ചി പറഞ്ഞായിരുന്നു. പിന്നെ ഇലയും വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ചേച്ചി ഈ അടുപ്പെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തന്നു. നല്ലതായിട്ട് ഞങ്ങളെ സ്വീകരിച്ച് നന്നായിട്ട് നമുക്ക് എന്തൊക്കെ വേണം എല്ലാം ചെയ്തു തന്നു. ചേച്ചിയാണ് ഇഷ്ടികയെല്ലാം തലേദിവസം വാങ്ങിച്ച് വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും എല്ലാം ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു. കൂടെ നിർത്തി ഞങ്ങളെയും പൊങ്കാല ഇടിപ്പിക്കുകയും ചെയ്ത്. കാരണം അതുപോലെ നല്ല സ്വീകരണമായിരുന്നു. ഞങ്ങൾക്കങ്ങ് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു, അയ്യോ എന്ത് നല്ല സ്നേഹമായിട്ടാണ് പെരുമാറുന്നതെന്ന്. അതുപോലെ നല്ല ഈ നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ തന്നെ ചേച്ചിയുടെ നല്ല പെരുമാറ്റമാണ്. അങ്ങനെ തന്നെ നല്ലതായിട്ട് ഞങ്ങൾ സ്വീകരിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. അതുപോലെ നല്ല ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പൊങ്കാല ഇട്ട് കഴിഞ്ഞിട്ടായാലും നമ്മൾ വെളിയിലിരുന്ന് കഴിയുമ്പോഴത്തേക്കും ചേച്ചി അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി ചേച്ചിയുടെ വീട്ടിനകത്ത് ഞങ്ങളെ AC-യിലിരുത്തി നമ്മളെ അവിടെയാണ് സൽക്കരിച്ചത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂട് വെളിയിൽ ഭയങ്കര ചൂടാകുമ്പോൾ അകത്തിരുത്തുകയും ചെയ്ത്. നമ്മളൊരു ലക്ഷറി പൊങ്കാലയിടലായിരുന്നു ഈ പ്രാവശ്യം ഇട്ടത്. കാരണം ഇടുമ്പ് മാത്രം ചെറിയൊരു ചൂടല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ചൂടേ ഇല്ലായിരുന്നു, സുഖമായിട്ടുള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പൊങ്കാല ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചേച്ചിയുടെ വീട്ടിൽ ഒരു ചെറിയ സദ്യ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വന്നവർക്കെല്ലാം കൊടുത്തു. ഒത്തിരി പേര് കഴിക്കാൻ ചേച്ചി തന്നെ വിളമ്പി എല്ലാവർക്കും കൊടുക്കും. അത് തന്നെ ഒരു ഭയങ്കര ഐശ്വര്യമാട്ടോ. ചേച്ചി വിളമ്പാൻ വേറെ പേരുണ്ട്, എന്നാലും ചേച്ചിയുടെയും കൂടി വിളമ്പി എല്ലാവർക്കും വയറ് നിറയെ ഭക്ഷണം കൊടുത്ത് എല്ലാം നല്ല രീതിയിൽ എല്ലാവരും പറഞ്ഞു വിടുന്നത്. നല്ല ആതിഥ്യ മര്യാദയുള്ള ഒരു ചേച്ചിയാണ്. നന്നായിട്ട് നമുക്കങ്ങ് നല്ല ഇഷ്ടപ്പെട്ടു പോകും. പറയാൻ വാക്കുകളില്ല ഒത്തിരി പറയാനായിട്ട്. അതുപോലെ നല്ല ഇതാണ്. അപ്പോൾ അവിടെ ചേച്ചിയുടെ ഒരു സ്റ്റുഡൻറ്റ് അസിറാം വന്നായിരുന്നു. നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു പയ്യനാട്ടോ. ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾ പാട്ട് പാടാൻ പറയുമ്പോൾ പാട്ടൊക്കെ പാടി തന്നു. നല്ലതായിട്ട് പാടും. അങ്ങനെ അവിടെ അതും കണ്ടു. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് പിന്നെ ഒരു 2:30 ആയപ്പോഴത്തേക്കും തളിക്കാൻ വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വെളിയിലിറങ്ങി തളിച്ച് അവരവരുടെ കലത്തിലെല്ലാം എടുത്ത് വെച്ച് പിന്നെ കുറച്ച് സമയം കൂടെ ചേച്ചിയുടെ വീട്ടിലിരുന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാരണം അത് റോഡെല്ലാം ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് ആ ബ്ലോക്കിൽ കൂടെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. പിന്നെ അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നേരെ പത്തനംതിട്ടയ്ക്ക് വന്നു. ഞങ്ങൾ ഫ്രണ്ട്സിനെ എല്ലാവരെയും അവരവരുടെ വീട്ടിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 10:30 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ ബാക്കി നമുക്കിതെല്ലാം കാണാമേ. ഞങ്ങൾ 7 പേരാണ് നിരന്നിരുന്ന് പൊങ്കാല ഇട്ടത്. ഒന്ന് ലക്ഷ്മി ചേച്ചിയുടെ അനിയൻ്റെ ഭാര്യ മീര ചേച്ചി, പിന്നെ അനുക്കുട്ടി ഉണ്ടായിരുന്നു. പുടുമോള് ചുമ്മാ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്, എന്നിട്ട് പിന്നെ പോയി. നല്ല വെയിലല്ലേ. പിന്നെ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സായ ജിഷയാണ് സിയാൻ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ് പത്തനംതിട്ട നടത്തുന്നു. പിന്നെ അതുകൂടാതെ പ്രിയ എനിക്ക് ഒത്തിരി വർഷം കൊണ്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. പ്രിയ മൈലപ്രായിൽ ബ്യൂട്ടി പാർലർ നടത്തുന്നു, ബെല്ലേസ എന്നും പറഞ്ഞിട്ട്. പിന്നെ സൂര്യമോളാണെങ്കിൽ പത്തനംതിട്ട ഫാഷൻ ഹബ്ബ് എന്നും പറഞ്ഞ് ബൊട്ടീക്ക് നടത്തുന്നുണ്ട്. ഞങ്ങൾ 4 പേരും കൂടിയാണ് പത്തനംതിട്ടയിൽ നിന്ന് വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെയാണ് പൊങ്കാല ഇടാനായിട്ട് തീരുമാനിച്ചത്. പിന്നെ പുടുമോളാണെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല മിടുക്കി മോളാണ് പുടുമോള് പൊങ്കാല ഇടുന്നിടത്ത് വന്നു. അപ്പോൾ അന്നേരം വെയിലാണ് ചൂടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് മാറി നിന്ന് കുറച്ച് നേരമൊക്കെ ഞങ്ങളുടെ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. പിന്നെ വലിയ വഴക്കൊന്നുമില്ല കേട്ടോ, മിടുക്കി മോളാണ്, ഒരു വഴക്കൊന്നുമില്ല. ഇനി നമുക്ക് പൊങ്കാല വിശേഷങ്ങളെല്ലാം കാണാമേ. ഓക്കേ.
ഫ്രിഡ്ജിൽ ചക്കര പൊടിയാണോ?